ഇവർ അമ്പലങ്ങളിലേക്ക് വരുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നത് മാർക്സിസത്തിലാണ്. അവർ വിശ്വസിക്കുന്നത് ചെഗുവേരയുടെ സിദ്ധാന്തത്തിലാണ്. അവർ ലെനിന്റെ സിദ്ധാന്തത്തിലാണ്. അങ്ങനെയുള്ള ആളുകൾ എന്തിനാണിപ്പോൾ അവർ ക്ഷേത്രക്കുളത്തിൽ പരിപാവനമായിട്ട് മീനൂട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ. മീനൂട്ട് നടത്തുന്നത് കുളത്തിലാണ്. ആ മീനൂട്ട് നടത്തുന്നത് ഭക്തര് ആഗ്രഹിക്കുന്ന കാര്യം നടന്നാൽ ഞാൻ മീനൂട്ട് നടത്താം എന്ന് പറഞ്ഞ് ആ മീനൂട്ട് നടത്തുന്ന ക്ഷേത്രക്കുളങ്ങളിലെ മീനെ വരെ രാത്രിയിൽ പിടിച്ച് വിറ്റ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുള്ള നാട്ടിലാണ് ഈ അമ്പലത്തെ നോക്കാൻ അറിയാത്ത, വിശ്വാസം എന്താണെന്നറിയാത്ത, വേദങ്ങൾ 4 എണ്ണം അറിയാത്ത, പുരാണങ്ങൾ അറിയാത്ത, ഗതികേട് കൊണ്ട് മാത്രം 4 വരി ശ്ലോകം ചൊല്ലാൻ പരിശ്രമിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുള്ള ഈ നാട്ടിൽ ആര് ക്ഷണിച്ചു ഈ വിശ്വാസമില്ലാത്ത ആളുകളെ? അവരെ അമ്പല കമ്മിറ്റികളിൽ നിന്ന് പുറത്താക്കണം. ഗോവിന്ദൻ മാഷ് ചെയ്യേണ്ടത് ചെറിയൊരു ആർജവമെങ്കിലും കാണിക്കണം മാഷേ. കാരണം വിശ്വാസമില്ലാത്ത നിങ്ങളുടെ ആളുകൾ ക്ഷേത്ര കമ്മിറ്റികൾക്കകത്ത് പ്രസിഡന്റായിട്ടും സെക്രട്ടറിമാരായിട്ടും ഇരിക്കുന്നത് അവസാനിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജയ് വിളിക്കണം. ഞങ്ങൾ ദൈവങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം. കാരണം ഞങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, ശബരിമലയില് പ്രതികരണവുമായി പോയപ്പോൾ വിളക്ക് കണ്ട സ്ഥലത്തെല്ലാം കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നവരാണ് BJP-ക്കാർ എന്ന് പറഞ്ഞു, അധിക്ഷേപിച്ചു. അപ്പൊ ഞങ്ങൾ ഈശ്വര വിശ്വാസികളെ വെറുതെ വിടുക, നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം. ഇതിനെല്ലാം മാറ്റം വരും. 20% എന്തായാലും വന്നിട്ടുണ്ടല്ലോ. ഭാവിയിൽ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്ത് കോൺഗ്രസിലെ തലമുതിർന്ന 60% നേതാക്കന്മാരും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. കോൺഗ്രസിന്റെ തലമുതിർന്ന ഒരു നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് ആസാമിലെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ പശ്ചിമ ബംഗാളിലെ തലമുതിർന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. ഞങ്ങൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുകയാണ്. ഞങ്ങൾ ഛത്തീസ്ഗറും അതുപോലെ തന്നെ ഈ 16 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്കും അതുപോലെ 4 സംസ്ഥാനങ്ങൾ ഞങ്ങൾ NDA സഖ്യകക്ഷിയുമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ പട്ടിക എത്ര ജംബോ പട്ടികയാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലായി കേരളത്തിന്റെ പൊതുസമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ അത് ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരേ ഒരു ഓപ്ഷൻ BJP-ക്ക് ഈ സമൂഹത്തിന് എന്ന് പറയാൻ ഒരു BJP-യുടെ പ്രവർത്തകയായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോ ശബരിമലയിലെ ആചാരത്തോടുള്ള സ്നേഹം കൊണ്ടല്ല കഷ്ടപ്പെട്ട് കോൺഗ്രസ്സുകാര് വെയിലുകൊണ്ട് യാത്ര നടത്താൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അവര് തീർച്ചയായിട്ടും ഇതിനെ സുതാര്യമായി കണ്ടിരുന്നുവെങ്കിൽ 1950-ലാണ് ശബരിമല തീവെപ്പുണ്ടായത്. 57-ലാണ് IG-യുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നത്. 57-ൽ അത് മേശപ്പുറത്ത് വെച്ചു. എന്തേ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മാറി മാറി മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് ആരാ തീ വെച്ചത് എന്ന് പൊതുസമൂഹത്തോട് പറയാൻ സാധിക്കാത്തത്? അതിനർത്ഥം ഇന്ന് കോൺഗ്രസ് നടത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. അവർ എത്ര പേർ കേരളത്തിൽ ഇരുന്നാലും ഞങ്ങൾക്കത് കൂടുതൽ ആളുകൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആളുകളുള്ള ഒരു വലിയ ജംബോ കമ്മിറ്റിക്ക് കേരളത്തിൽ അവിടെ ഇന്ത്യ മുന്നണിയാണ്. ഒറ്റ ഫോൺ കോൾ വരേണ്ട താമസമേ ഉള്ളൂ. ശ്രീമാൻ KC വേണുഗോപാൽ പറയും, സോണിയ മേഡത്തിന്റെ ഫോൺ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം എല്ലാവരും, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനുമായിട്ട് നമ്മൾ കൈകോർത്തിരിക്കുകയാണ്, ഉറയിലിട്ട വാളൂരിയെടുക്കാൻ സ്റ്റാലിനെ സഹായിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇവിടെ ഒരു മുറുക്കാൻകടയില്ലെങ്കിലും സ്റ്റാലിൻ വലിയ വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ രാജ്യത്തിന്റെ ഇന്ത്യ നയത്തിന് അനുകൂലമായിട്ട്, പിണറായി വിജയൻ അനുകൂലമായിട്ട് നിങ്ങൾ നിൽക്കണമെന്നുള്ള KC-യുടെ ഒരു ഫോൺ കോൾ വന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി കഥം അവസാനിച്ചു. അപ്പൊ ആ ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ജനങ്ങൾ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്.